ട്രിപ്പിൾ ഓം ശാന്തി. പിറകിൽ കാണുന്നത് വെട്ടിയിട്ട മരങ്ങൾ. പണ്ട് കാരണന്മാരൊരു ചൊല്ലുണ്ട്, പെരപ്പുറത്തേക്ക് ചാഞ്ഞ മരം വെട്ടണം എന്ന് പറയും. ഇതാണ് നമ്മളെ പെര. ഈ പറഞ്ഞ മരങ്ങളൊന്നും വെട്ടിയിട്ടില്ലെങ്കിലും ഒരു 10-50 വർഷത്തിന് ഇപ്പൊ ആ പെരക്ക് മരത്തിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നതൊരു സത്യമാണ്. പക്ഷെ ഞാന് ഇറങ്ങിയിട്ടുള്ള എന്തിനാണ്, സത്യയുഗത്തിന്റെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. മരം ഞാനങ്ങ് വെട്ടി. മരം ഒരു വരം, ഇതിന്റെ ഒരു മരം, ഈ മരം, അത് വെട്ടി. അങ്ങനെ നിരവധി മരങ്ങളൊക്കെ കണ്ട് വെട്ടി. ഇച്ചിരി വെളിച്ചായി. പക്ഷെ മരം ഒരു വരയില്ലേ, അത് വർഷങ്ങൾ നമുക്ക് നന്നായി ഫലം തന്നിട്ടുണ്ട്. എൻ്റെ ഒരു ടൈം എത്തിയപ്പോ വെട്ടി. 1-2 ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ ഇത്രയും മരങ്ങളൊക്കെ വെട്ടിയത്. പക്ഷെ നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നതാണ്. അപ്പൊ എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, ഞാനത് വെട്ടി. അത് പ്രത്യേകിച്ച് ചോദ്യം ചെയ്യാൻ, നമ്മളത് വെട്ടി വിറ്റു, പണമാക്കി. അപ്പൊ ഈ മരത്തിനെ പറ്റി പറയാനുള്ള തെറ്റുകള് ചെയ്യാത്ത മനുഷ്യന്മാരുണ്ട്. ഞാൻ ഉണ്ട്, വേറെ ആരെങ്കിലും ഉണ്ട്? ഇത്രയും മരങ്ങളാന്ന് പറയാം. ഞാനിപ്പോ ഈ ഒരു പറമ്പിൽ, അതായത് നമ്മളിപ്പോ ഈ അവകാശമുള്ള വെറും 14 സെന്റ് സ്ഥലം ഞാൻ വെട്ടിയതെന്ന് പറയും. ഞാൻ നട്ടുപിടിപ്പിച്ച മരങ്ങൾ വളരെ ചുരുക്കം, പക്ഷെ വെട്ടിയതാണ് കൂടുതൽ. പിന്നെ ഈ മരത്തിനൊക്കെ എന്ന് പറഞ്ഞാല്, ഈ മരത്തിന് മരാക്കണത് ആരാന്നറിയാം? നമ്മളാണ്. ഈ മരം ഇത്രയും ഹൈറ്റിൽ പോയത് എന്താ കാരണം എന്നറിയാം? അതും നമ്മളാണ് കാരണക്കാര്. ഇത്രയും വലിയ വലിയ മരങ്ങളിൽ, വലിയ മരത്തുനിന്ന് മാങ്ങ കിട്ടണം എന്ന് അത്ര നിർബന്ധം? വലിയ മരത്തുനിന്ന് തേങ്ങ കിട്ടണം എന്ന് അത്ര നിർബന്ധം? വലിയ മരത്തുനിന്ന് തന്നെ ചക്ക കിട്ടണം എന്ന് അത്ര നിർബന്ധം? ഇപ്പൊ ചെറിയ ചെറിയ മരങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതാണ് സത്യയുഗം. സത്യയുഗം അത് പറഞ്ഞാൽ അങ്ങനെ മാത്രല്ല, സത്യയുഗത്തിലെല്ലാം വളരെ നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് കൈ വെള്ളയിൽ സാധനം വരുന്ന പറയാം. അതായത് അത്രയും ഹൈറ്റിലേക്ക് പോയിട്ട് മരങ്ങൾ അഹങ്കാരം കാണിക്കില്ല. പ്രകൃതിയുടേതായ ഒരു അഹങ്കാരം കാണിക്കില്ല. എല്ലാം കൈ വെള്ളയിൽ. അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്ക് കാണണ്ടേ? ഇപ്പൊ തന്നെ പ്രാക്ടിക്കലായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്കതിനെ എന്ത് ചെയ്യണം? ശരിക്ക് വീണ്ടും വീണ്ടും പ്രാക്ടിക്കൽ, വീണ്ടും വീണ്ടും എന്ന് വരില്ല. അതായത് നമ്മൾ ഒന്നല്ല, ഒരുപാട് തവണ ഇത് ചെയ്തിട്ടുള്ള. അപ്പൊ അതിന്റെ വീണ്ടും പ്രാക്ടിക്കലായിട്ട് കാണണം, കണ്ട് അനുഭവിച്ചേ തീരും. ഇപ്പോൾ ഓം ശാന്തി.